ഫംഗ്ഷനും പാർട്ടിക്കും തിളങ്ങിയാൽ മാത്രം പോരാ, തിങ്കളാഴ്ച ക്ലാസ്സിലും ഓഫീസിലും ഒക്കെ പോകുമ്പോഴും നല്ല ഫ്രഷ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ട് പോകണം. അത് നമുക്ക് ഒരാഴ്ചയോളം തന്നെ ആ ഫ്രഷ്നെസ് നിലനിർത്തുകയും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവധി ദിവസം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യൽ അല്ല ഒരു ക്ലീനപ്പ് റുട്ടീനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരിക്കൽ മാത്രം ചെയ്താൽ മതി, നല്ല രീതിയിൽ സ്കിൻ വൈറ്റനപ്പ് ആവാനും അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് ഗ്ലോ ത്രൂ ഔട്ട് ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ബാക്കി സമയങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഗ്ലോ ആ ഒരാഴ്ച മൊത്തം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും എപ്പോൾ നമ്മളെ കണ്ടാലും നല്ല വൈബ്രൻ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നിക്കാനും സഹായിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയായിരിക്കും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യണം. ഞാൻ നോർമലി ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അതിനുശേഷം ഒരു എക്സ്ട്രാ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പാലാണ്. ക്ലീനപ്പ് ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് ഫസ്റ്റ് ആൻഡ് പ്രൈമറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഞാൻ പാലിങ്ങനെ എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറാണ് ഇങ്ങനെ മടക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ഞി എടുക്കാം, പഞ്ഞി എടുക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ പഞ്ഞി ഇരിപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് കാണിക്കുന്നത്. ഫേസിന് നല്ല ജെൻറ്റിലായിട്ടുള്ള ടിഷ്യൂ പേപ്പർ തന്നെയാണ്, അല്ലാതെ ഹാർഡായിട്ടുള്ള സംഭവം ഒന്നും അല്ല. ഇനി നിങ്ങൾക്ക് ഇതല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് കോട്ടൺ പാഡ്സ് കിട്ടും. അതുപോലെ നമുക്ക് പഞ്ഞി പോലെ വരുന്ന നല്ല കുഞ്ഞ് സാധനങ്ങൾ കിട്ടും. റൗണ്ടഡായിട്ട് നമുക്ക് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുന്ന പാഡ് ഉണ്ടല്ലോ, അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കുക. ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പേപ്പർ അവിടെ എവിടെയായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പഞ്ഞി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല, ഇങ്ങനെ പേപ്പർ പറ്റിപ്പിടിച്ചിരുന്നാലും നമ്മളൊന്ന് കൈകൊണ്ട് തട്ടിക്കളഞ്ഞാലോ മുഖം ഒന്ന് വെള്ളത്തിൽ കഴുകിയാലോ മാറിപ്പൊക്കോളും. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ നന്നായിട്ട് ഡിപ്പ് ചെയ്യണം. പഞ്ഞിയാണെങ്കിൽ നമ്മൾ ഒരിക്കൽ ഡിപ്പ് ചെയ്താൽ തന്നെ നമുക്ക് നന്നായിട്ട് ഫുൾ വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ടിഷ്യൂ പേപ്പർ അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം പാലിലോട്ട്. എന്നിട്ട് വേണം വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല ഡീപ്പായിട്ട് സ്കിന്നിലുള്ള പോർസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പാലെടുത്ത് നല്ല ഒരു മസാജ് കൊടുക്കുക. ക്ലീനപ്പ് ചെയ്യുമ്പോൾ കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പോർസിനകത്തുള്ള അഴുക്ക് ഡേർട്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പുറത്ത് വരാനും. എന്നിട്ട് നമ്മളൊരു കോട്ടൺ പാഡോ അതല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറോ യൂസ് ചെയ്ത് വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഫുൾ ആ അഴുക്ക് മുഴുവനായിട്ട് പോയിട്ട് നല്ല ഡീപ്പായിട്ടുള്ളൊരു ക്ലീൻ നമുക്ക് നമ്മുടെ മുഖത്തിന് കിട്ടും. സോ ഭയങ്കര നല്ലതാണ് ഇങ്ങനൊരു ചെറിയ മസാജ് കൊടുക്കുമ്പോൾ. അതും നമ്മുടെ സ്കിന്നിന് നല്ലതാണല്ലോ, നന്നായിട്ട് നമ്മുടെ സ്കിന്നെ റെജുവിനേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ പേപ്പറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ കഴുകി കളയാം. അതല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് സ്കിൻ നന്നായിട്ട് ക്ലീൻ ആയിരിക്കും. എനിക്ക് തന്നെ കണ്ടിട്ട് ചിരി വരുന്നു ഗൈസ്. ഓരോ ദിവസവും നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ പുതിയ പുതിയ ഓരോ സംഭവങ്ങൾ നടക്കും. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിന് മുന്നേ ഒന്നും ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, എനിവേ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായ പാക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യണം. സോ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൈരാണ്. തൈര് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ വൈറ്റനപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ത്രൂ ഔട്ട് നല്ല ഒരു മോയ്സ്ചറൈസേഷൻ നൽകാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തൈര് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ്സ് നമ്മുടെ സ്കിന്ന്. ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഇത് ചെയ്യുന്നത്, അപ്പം ആ ആഴ്ചയിൽ മുഴുവനും നമ്മൾ പുറത്തൊക്കെ പോയി സ്കൂളിലും കോളേജിലും ഓഫീസിലും എല്ലാം പോയി ടാനൊക്കെ അടിച്ച് വണ്ടിയുടെ ഒക്കെ പൊടിയുണ്ടല്ലോ അതൊക്കെ പറ്റി സ്കിൻ ഡാമേജ് ആയിരിക്കില്ലേ, അത് റിപ്പയർ ചെയ്യാനായിട്ട് തൈര് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ സൺ ടാൻ റിമൂവ് ചെയ്യാനും ബെസ്റ്റാണ്. സോ അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുപയറിൻ്റെ പൊടിയാണ്. ഇതിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ചെറുപയറിൻ്റെ പൊടി, മുൾട്ടാണി മിട്ടി, അതുപോലെ തന്നെ കടലമാവ്. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഞാനിവിടെ ചെറുപയറിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതിൽ മൂന്നിൽ ഏത് നിങ്ങളുടെ കയ്യിലുണ്ടോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാനൊരു സ്പൂണോളം ചെറുപയറിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊരു 1/4 സ്പൂൺ മാത്രം തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടല്ലോ
അതൊക്കെ മാറ്റാനും ഓരോ സ്ഥലത്തും അണീവനായിട്ട് സ്കിൻ ടോൺ ഉണ്ടാവാറില്ലേ, നമുക്ക് ചുണ്ടിനവിടെ ഒരു നിറം, കണ്ണിന് ചുറ്റും വേറൊരു നിറം, അങ്ങനെയൊക്കെ ആയിട്ട് കവിളിൽ നല്ല തുടുത്ത വെളുപ്പായിരിക്കും ചില സമയത്ത്, പക്ഷേ നമ്മുടെ നെറ്റിയിൽ അത്ര നിറം ഉണ്ടാവില്ല. അതൊക്കെ മാറ്റാനായിട്ട് അണീവൻ സ്കിൻ ടോണിനെ ഈവൻ ആക്കാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. ഈ കട്ടയൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ അലിയിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട രീതിക്ക് ആക്കിയെടുക്കുക. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്താൽ മതി. പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിലൊന്നും വെച്ചേക്കരുത്. അടുത്ത ആഴ്ച ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബാക്കിയുണ്ടല്ലോ നാളെ ഉപയോഗിക്കാം, അങ്ങനെ വെച്ചിരുന്നാൽ എനിക്കതങ്ങനെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നതായിട്ടും തോന്നിയിട്ടില്ല. ഫ്രഷ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. കാര്യം നമ്മൾ കൈ വെച്ചാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് വെച്ചിരിക്കരുത്. പിന്നെ നമ്മുടെ കൈയൊക്കെ അതിൽ നമ്മൾ തൊടുന്നതല്ലേ, അന്നേരം യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല, പിന്നെയും അത് വെച്ചിരുന്ന് ഉപയോഗിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ കുറച്ച് മാത്രം പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. ചിലരൊക്കെ ഒരു ലോഡ് തൈരൊക്കെ എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതവർ പിന്നെ യൂസ് ചെയ്യുമെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് കുറച്ച് മാത്രം എടുക്കുക, എന്നിട്ട് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തി കുറച്ച് കൂടുതൽ എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയായിരിക്കും. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലല്ലേ ചെയ്യുന്നത്, ബാക്കി ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ ഒരു ഗ്ലോ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുകയെന്ന് വെച്ചാൽ നന്നായിട്ട് രാവിലെയും വൈകുന്നേരവും സ്കിൻ കെയർ ചെയ്യണം. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അതും പോരാഞ്ഞിട്ട് നമ്മൾ പുറത്ത് വെയിലത്ത് കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വീണ്ടും സൺസ്ക്രീൻ മുഖം കഴുകിയിട്ട് അപ്ലൈ ചെയ്യണം. കാര്യം നമ്മൾ കോളേജിലായാലും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളുടെ കാര്യമല്ല കേട്ടോ, സ്കൂൾ കുട്ടികളൊക്കെ ഫുൾ ടൈം അകത്ത് തന്നെ ആയിരിക്കുമല്ലേ, പിന്നെ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞാലും പിന്നെ കുറച്ച് ബ്രേക്കൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ, അതൊന്നും സാരമില്ല. പക്ഷേ നിങ്ങൾ കോളേജിലാണ്, നിങ്ങൾ പുറത്ത് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ, ഓഫീസിൽ ജോലിക്ക് പോകുന്നവരുടെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട, ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും വർക്കൊക്കെ വന്ന് പുറത്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് പോകണം. അത് നല്ലൊരു പ്രൊട്ടക്ഷൻ ബാരിയർ ആയിരിക്കും തരുന്നത്. വെയിലിൽ നിന്ന് മാത്രമല്ല കേട്ടോ, പൊടിപടലങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം അത് നൽകും. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ സ്കാർഫ് വെച്ചൊക്കെ ഒന്ന് കവർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ പെൺകുട്ടികളുടെ ഒരു ഇൻറ്റൻഷൻ അനുസരിച്ച് ചെയ്താൽ മതി. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ചെയ്യണം, പക്ഷെ കൂടുതലായിട്ടും ഇതൊക്കെ ചെയ്യുന്നത് പെൺകുട്ടികളാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത്, ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്യാത്ത ദിവസങ്ങളിൽ, സാധാരണ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തൈര് മാത്രമായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. കുറച്ച് തേന് മാത്രമായിട്ട് എടുത്ത് വെള്ളത്തിലോ റോസ് വാട്ടറിലോ മിക്സ് ചെയ്തിട്ട് അതും അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളിൽ മാത്രം ചെയ്താൽ മതി, എല്ലാ ദിവസവും ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് ഡ്രൈ ആയതിനു ശേഷം പതിയെ ഒരു മസാജ് കൊടുത്ത് വാഷ് ചെയ്യാം. ചെറുതായിട്ട് കൊടുത്താൽ മതി, ഉരയ്ക്കൊന്നും ചെയ്യരുത്. ജെൻറ്റിലായിട്ടൊരു മസാജ് കൊടുത്ത് നമുക്ക് വാഷ് ചെയ്യാം. കണ്ടോ, നല്ല രീതിയിൽ സ്കിൻ ഗ്ലോ ആയിട്ടുണ്ട്, മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി പൊടിയൊക്കെ അടിച്ച് വെയിലൊക്കെ കൊള്ളുമ്പോൾ നന്നായിട്ട് ഡള്ളാവും ഫേസ്. പിന്നെ നമ്മൾ ഫുൾ ടൈം ജോലിയൊക്കെ ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നന്നായിട്ട് ഡള്ളാവും ഫേസ്. നമ്മൾ കുറേ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് ആ ഒരു ടയേർഡ്നെസ്സും സ്ട്രെസ്സും എല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു സംഭവം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, ഇനി ഞാൻ കണ്ണിൻ്റെ അവിടെയായിട്ട് കുറച്ച് റോസ് വാട്ടറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. കാര്യം കണ്ണിലൊക്കെ ടയേർഡ്നെസ് ഉണ്ടാവും, നമ്മൾ ലാപ്ടോപ്പും ഫോണൊക്കെ ഒരുപാട് നേരം ഉപയോഗിച്ച് വർക്ക് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ, ആ ഒരു സമയത്ത് നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സ്കിന്നിലുള്ള ആ ഡൾനെസ് മാറ്റാനായിട്ട് റോസ് വാട്ടർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ടോണറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതും റോസ് വാട്ടർ തന്നെയാണ്. നിങ്ങൾ ഏത് ടോണറാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നന്നായിട്ട് നല്ലൊരു മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വളരെ ജെൻറ്റിലായിട്ട് കുറച്ച് മാത്രം മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്തത്. ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്ത തൈരിലൊക്കെ നല്ല മോയ്സ്ചറൈസിങ് കണ്ടൻറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു മോയ്സ്ചറൈസേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.